എടാ അണേത് ശരിയാവില്ല. ശരിയാവൂടാ. ഇല്ലടാ, അത് ഞാൻ ശരിയാക്കാം. ഇപ്പൊ ശരിയാക്കാം. ഇത് ഇതിന്റെ ഉള്ളിൽ നീ എങ്ങനെ ശരിയാക്കണ? ഇന്നലെ രാത്രി തൊട്ട് നീ എന്തൊക്കെ പറയണ? നീ ഇത് ശരിയാക്കണ കാര്യമല്ലേ പറഞ്ഞ? ഒറ്റ എടാ അവള് ഫോൺ എടുക്കുന്നില്ലെന്ന്. ഫോൺ എടുക്കും. ഫോൺ എടുത്തോളൂടെ. തിരക്കിലാവും. അവള് എടാ ഞാൻ നീ വിളിച്ചു നോക്ക്. ഞാനിത് എങ്ങനെയെങ്കിലും അടിക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കണത്. നിനക്കൊരു കാര്യം അറിയുമോ? ഈ സാധനം നമുക്ക് ഏത് പാർക്കിലും എവിടെ വേണേലും കൊണ്ടുപോയിട്ട് അടിക്കാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് എന്റെ ടെൻഷൻ വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നീ പറയും. എന്താ കാര്യം പറയും. എടാ ഫോൺ എടുക്കുന്നില്ലടാ. ഫോൺ എടുക്കൂടാ. എടുത്തോളും. നീ വിളിക്ക്. വിളിക്കണ്ട് ഇന്ന് അവളുടെ നീ അത് ശരിയാക്ക. ഞാനിത് ശരിയാക്കാം. നീ അത് ശരിയാക്കും. ആ വന്നല്ലോ വനമാല. വാ, വെറുതെ അങ്ങോട്ട് പോകൂല. കലക്കിലോ. നീ ഇത് വരാൻ നേരം മേടിച്ചെടുത്ത് ഈ സാധനം കണ്ട. ഇത് ഈ ലെവലായി. സോറി, കുറച്ച് ലൈറ്റ് ആയി പോയി. ഇത് ഇവിടെ ഇരുന്ന കുറെ നേരം ഞങ്ങൾ. നിങ്ങക്ക് പറഞ്ഞറിയില്ല, UK കോൾസ് ബിസിനസ് മീറ്റ്, അങ്ങനെ കുറച്ച് തിരക്കിലായി പോയി. അല്ല ഒരാളെവിടെ? അല്ല അവനെവിടെ? അവിടെ ഉണ്ട്. ആകെ പെസക അലമ്പ്. അവളായിട്ട് തല്ലായി. ഫോൺ വിളിച്ച് കുറെ നേരായി. ഭയങ്കര പ്രശ്നം. എന്തെന്നാ പറയാ, ആകെ സീനാണ്. ആകെ പ്രശ്നം പറഞ്ഞില്ലേ. അല്ലടാ എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ ഞാൻ പറഞ്ഞുതരാം. എല്ലാം എനിക്കറിയാം. നിങ്ങൾക്കറിയോ? എല്ലാം അറിയാം. എല്ലാം ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അവിടെ നമ്മളിത് ഹെൽപ്പ് ചെയ്യണം. കാരണം ഭയങ്കര പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. നമ്മളിവിടെ പറ്റിയിട്ടില്ലേ? എന്തൊക്കെ പേടിക്കാനുള്ള എല്ലാം ഓക്കെ. ഓ, ഞാനൊന്ന് തൊഴുതോട്ടെ. തൊഴു എന്തിനാണ്? ചെറുതടിക്കട്ടെ. നടക്കില്ല. എനിക്ക് പറയണം. എനിക്ക് പറഞ്ഞേ പറ്റൂ. നോ, വേണ്ട, നടക്കില്ല. കട്ട് ചെയ്തോ. വെച്ചിട്ട് പോയിക്കോ എന്നാ പറ. എങ്കി പറയണ്ട. വേണ്ട. വെച്ചോ. മതിയാവുന്നവരടിക്ക്. ഒന്നും പേടിക്കണ്ട. നീ എപ്പോഴാ വന്നേ? ഞാനിവിടെ പറ്റുള്ളൂ. ഒന്നുകൊണ്ട് പേടിക്കണ്ട നീ. എല്ലാം ശരിയായിട്ടുണ്ട്. ഏയ് പ്രശ്നടാ. ആകെ പ്രശ്നം. നമ്മളിവിടെ ഇല്ലേ, എല്ലാ പ്രശ്നം ശരിയായിട്ടുണ്ട്. എല്ലാം ഓക്കെ. നാളെ നിന്റെ കല്യാണം. അതൊന്നും ശരിയാവില്ല. ആര് പറഞ്ഞു? എല്ലാം ശരിയായിട്ടുണ്ട്. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നാളെ നിന്റെ കല്യാണം. സുന്ദര അല്ലടാ, എന്താ സത്യത്തില് പ്രശ്നം? സീരിയസാ. ഭയങ്കര സീരിയസാ. 3 കൊല്ലായി. 3 വർഷമായിട്ട് ഒരു റിലേഷൻഷിപ്പിലാണ് ആള്. സീരിയസാ. ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കല്യാണം കഴിക്കാനുള്ള സെറ്റപ്പ്. കല്യാണം കഴിക്കാൻ അവൻ ചോളും കഴിക്കും. അത് എന്തെങ്കിലും ചെയ്യണം. നമുക്കിത് വീട്ടു തടങ്കല്ലാണ് ഇപ്പോ. അതാണ് പ്രശ്നേ. നമ്മള് അവളെ ഇറക്കി കൊണ്ടുവരണം. അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യണം. നാളെ നടത്താൻ അവന് സമ്മതാണോ? അവന് സമ്മതാ. ശരിക്കും? നമുക്ക് റെഡിയാക്കാം. പിന്നല്ല. സമ്മതാണ്. അവന് സമ്മതാ. അവൻ എന്നോട് പറഞ്ഞതല്ലേ. ഞാൻ ഒന്ന് വിളിക്കട്ടെ. സെക്രട്ടറി. എടാ, നാളെ ഒരു വെഡിങ് ഫംഗ്ഷൻ. അമ്പലം, സ്റ്റേജ്, സദ്യ എല്ലാം ശരിയാക്കണം. ഒരു 75 പേര്. 50-75 പറഞ്ഞോ. എല്ലാം ശരിയാക്കണം. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിരിക്കണം. പക്കയായിരിക്കണം. ഒരു കുറവും വരുത്തരുത്. എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെയാണ്. തിക്ക് ഫ്രണ്ടാണ്. ഓക്കെ, നീ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. മാലയുടെ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. എല്ലാം ശരിയാക്കും. എവരിത്തിങ് ഓക്കെ. അവന് എല്ലാം ഓക്കെ ആണ്. ഇനി വേറെ ടെൻഷൻ ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു പ്രസന്ന. നീ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഇപ്പൊ നിന്റെ ഒരു റേഞ്ച് നമുക്ക്
മനോ ഒന്നും പേടിക്കണ്ട, ഫുൾ സെറ്റ് എല്ലാം പ്രസന്നൻ ചങ്ക് സെറ്റാണ്. എന്ത് ആക്ച്വലി എന്തൊക്കെ പ്രശ്നം, ശരിക്കും എന്തൊക്കെ പ്രശ്നം? ഇന്നലെ നീ ഇവിടെ ശ്രദ്ധിക്കും. ഇന്നലെ 11:15 ഓൺലൈനിൽ ഉണ്ടായിരുന്നു. രാത്രി ഞാനും ഉണ്ടായിരുന്നു. ഓക്കെ ആണേ. 11:30 ഭർത്താവ് വിളിച്ചു. ഓക്കെ കൊടുത്തു 5 മിനിറ്റ് സംസാരിച്ചിട്ടുള്ളൂ. കോള് കട്ട് ചെയ്തു. ഞാനും പോയി, അവളും പോയി. 11:15 ഓൺലൈൻ. അത് ചോദിച്ചാലാണ് അല്ല, ആദ്യം ആരെ വിളിച്ചെന്ന് പറഞ്ഞ? ഞാൻ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ആരുടെ ഭർത്താവ്? പ്രസന്ന. അവൾക്ക് ഭർത്താവുണ്ടെന്ന് കല്യാണം കഴിഞ്ഞതാ. ഭർത്താവാ? ഇവനാ നീയല്ലേ പറഞ്ഞ അവനെല്ലാം ഓക്കെയാണ്, നാളെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചേ ഇങ്ങനത്തെ ചതി ചെയ്യാന്നുള്ളത് ഞാൻ അറിഞ്ഞ. ഇപ്പൊ കാശ് കൊടുത്താ? സ്റ്റേജിന്റെ ഒക്കെ ആൾക്കാർക്ക് കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പോയോടും ദേവൻ വിളിക്കണ്. കല്യാണം ഒന്നില്ലേ, ഒക്കെ ക്യാൻസൽ ചെയ്തേക്ക്. അപ്പൊ എന്തിന് ഭർത്താവ് ഉണ്ടെന്ന്? പൂമാലയാ 2 റീത്ത് കൊണ്ടുപോകുന്നത്. 2 എണ്ണത്തിന്റെ മേത്ത് റീത്ത് വെക്കാം. തെണ്ടി കാരണം ഇപ്പൊ ബാക്കിയുള്ള ആത്മഹത്യ വന്നാനല്ലേ. സുന്ദര എന്താ ഈ പൂമാല റീത്ത് ഇറക്കടാ. പൂമാല നിനക്ക് റീത്ത് എന്റെ നെഞ്ചത്ത് വെക്കാൻ എന്തിന്? അപ്പൊ നിനക്കൊന്നും അറിയില്ലേ? അപ്പൊ നിന്റെ കല്യാണല്ലേ ഇവിടെ ഉറപ്പിച്ചു വെച്ചാണ് നിങ്ങള്. പ്രസന്ന വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നീ തല്ലുകൂടലായിരുന്നു എത്ര നേരം. അപ്പൊ പിന്നെ നീ ആരോടെ നീ ഫോണിൽ തല്ലുകൂടുന്നായിരുന്നേ? അപ്പൊ അവളെ കൊണ്ടുവരേണ്ട കാര്യം കല്യാണം വരെ സ്റ്റേജും ഒക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞു. എന്നോട് ഞാൻ പറഞ്ഞ അവളെ കൊണ്ടുവരാനായിട്ട്. പിന്നല്ലാണ്ട് ഈ ഭർത്താവുള്ള പെണ്ണിനെ നീ പ്രേമിക്കണെന്ന് പറഞ്ഞ അത് പറയണ്ട ആദ്യം. ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയാണ്ടോ കല്യാണം ഉറപ്പിച്ചവന്റെ? എനിക്കിതൊന്നും അറിയില്ലായിരുന്നില്ല. ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും പെൺപിള്ളേരാവും നല്ല ക്രാങ്ങളാവും കല്യാണം കഴിക്കാനാണെങ്കിലേ നമ്മൾ കണക്കാക്കണത്. ഞാൻ അവളെ മിനിഞ്ഞാന്ന് കണ്ടിട്ടുള്ളൂ. എങ്ങനെ? മിനിഞ്ഞാന്ന് കണ്ടിട്ടുള്ളൂ. പ്രസന്ന ഇനിയിപ്പോ എന്തിനാ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവളെ ഭർത്താവിനെ അങ്ങോട്ട് തട്ടിയാലോ? സുന്ദര കണ്ട ഓൺലൈൻ കണ്ട, നീ ഓൺലൈൻ കണ്ട? ഇതാണ് പ്രശ്നം, മനസ്സിലായ? അതിലും നല്ലത് ആ കളർ ഷർട്ട് ഇട്ടുന്ന കൊല്ലണതല്ല.